+2 യോഗ്യതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പോകുവാൻ നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ ഔട്ടായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫെബ്രുവരി 1 അപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി. +2 50% കൂടി ഏത് സബ്ജക്റ്റ് ആയാലും, സയൻസ് ആയിക്കോട്ടെ, കോമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഈ ഒരു 3 കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്ന എക്സ് ഗ്രൂപ്പ്, വൈ ഗ്രൂപ്പ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ 2027 ബാച്ചിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഏകദേശം 2500ഓളം വേക്കൻസിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ യോഗ്യത എന്നുള്ളത് +2 50% കൂടി പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, ഓവറോൾ 50%, അതുപോലെ തന്നെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ 50% അഗ്രിഗേറ്റും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പലരും ചോദിക്കാറുണ്ട്, സാർ എനിക്ക് 60% മാർക്കുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ 49% മാത്രമേ മാർക്കുള്ളൂ. ഈ ഒരു വിദ്യാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതല്ല. കഴിഞ്ഞ തവണ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയം വന്നപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഇത്തവണ +2 കംപ്ലീറ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. 50% മാർക്ക് പറഞ്ഞു. അഗ്രിഗേറ്റ് ഇംഗ്ലീഷിനകത്ത് 50% മിനിമം ഉണ്ടായിരിക്കണം. അടുത്ത ഇതിൻ്റെ ഹൈറ്റ് എന്നുള്ളത് 152 സെൻറ്റിമീറ്റർ മാത്രം ഹൈറ്റ് മതി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. ഇത് കഴിഞ്ഞ ഇന്ത്യൻ എയർഫോഴ്സ് നേവിയുടെ ബാച്ചിലായിരുന്നു ചേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നത്. അതിന് മുന്നേ 157 സെൻറ്റിമീറ്റർ ആയിരുന്നു ഹൈറ്റ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേണ്ടത്. അത് നേരെ 152ലേക്ക് മിനിമൈസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് കോമ്പറ്റീഷൻ കൂടി എന്ന് തന്നെ പറയാം. അടുത്ത ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 2006 ജനുവരി 1 മുതൽ 2009 ജൂലൈ 1 വരെയുള്ള ഉദ്യോഗാർത്ഥികൾ, അതായത് ഇതിൻ്റെ ഇടയിൽ 2006 ജനുവരി 1 2009 ജൂലൈ 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നത്. അടുത്ത ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ അക്ഷയ ത്രൂ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്റർ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റ്, ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും ഡോക്യുമെൻ്റ് സഹിതം നിങ്ങൾ അക്ഷയ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോകുമ്പോൾ അവിടെ നിന്നാണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ആദ്യം തന്നെ ഇതിൻ്റെ ID പാസ്വേഡ് രജിസ്ട്രേഷൻ ചെയ്യണം. അതിനുശേഷമാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. www.joinindianairforce.nic.in ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ആദ്യം അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ രജിസ്ട്രേഷൻ ചെയ്യുക, ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യും. ദെൻ ID പാസ്വേഡ് ചെയ്ത് നിങ്ങൾ സൈറ്റ് ഓപ്പൺ ആക്കുക. ഇൻഡിവിജ്വൽ പ്രൊഫൈൽ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കുകയാണ് വേണ്ടത്. എക്സ് ഗ്രൂപ്പ് എന്നുള്ളതിൽ സയൻസ് സബ്ജക്റ്റ് ഉള്ളവർക്ക് മാത്രമാണ് എക്സ് ഗ്രൂപ്പിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ വൈ ഗ്രൂപ്പിലേക്കാണെങ്കിൽ കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. +2 സയൻസ് ഉദ്യോഗാർത്ഥികൾക്ക് 2 കാറ്റഗറിയിലേക്കും അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് സയൻസ് ഗ്രൂപ്പുള്ള ഉദ്യോഗാർത്ഥികൾ 2 ഗ്രൂപ്പിലേക്കും, അതായത് 2 കാറ്റഗറിയിലേക്കും അപ്ലിക്കേഷൻ കൊടുക്കാൻ നിർബന്ധമായും കൊടുക്കുക എന്ന് തന്നെ പറയാം. 3 സ്റ്റേജുകളായിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. phase 1, phase 2, phase 3. phase 1 ഓൺലൈൻ റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും. phase 2, അതായത് phase 1 റിട്ടേൺ എക്സാം ക്ലിയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ ത്രൂ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതിനുശേഷം phase 2ലേക്ക് നിങ്ങൾ കടക്കും. phase 2 2 ടെസ്റ്റാണ് വരുന്നത്. അതിനകത്ത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 1 and 2, ഇങ്ങനെ 2 ടെസ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. അത് ഫിസിക്കൽ ടെസ്റ്റിനകത്ത് എന്തൊക്കെയാണെന്ന് അടുത്ത സ്റ്റേജിൽ നോക്കാം. സെലക്ഷൻ പ്രൊസീജിയറിൻ്റെ phase 3 വരുന്നതാണ് മെഡിക്കൽ ടെസ്റ്റ്. ഇങ്ങനെ 3 ടെസ്റ്റുകളായിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. ഈ 3 ടെസ്റ്റിനകത്തും ക്ലിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ 2027 ജനുവരി ബാച്ചിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും അതിൻ്റെ ട്രെയിനിങ്ങിന് നിങ്ങളെ കോൾ ലെറ്റർ വരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം. റിട്ടേൺ എക്സാമിനേഷൻ, അതായത് ഓൺലൈൻ റിട്ടേൺ എക്സാമിനേഷനകത്ത് സയൻസ് ഗ്രൂപ്പുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നതാണ് ഫിസിക്സ്, മാത്സ്, ഇംഗ്ലീഷ്. ഈ 3 സബ്ജക്റ്റിലായിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ എക്സാം നടക്കുന്നത്. അതർ ദാൻ സബ്ജക്റ്റുള്ള ഉദ്യോഗാർത്ഥികൾ, അതായത് കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, അതുപോലെ തന്നെ റീസണിങ്, ഇങ്ങനെ 3 സബ്ജക്റ്റുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ റിട്ടേൺ എക്സാം ഉണ്ടാകുന്നത്. റിട്ടേൺ എക്സാമിന് ശേഷമാണ് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഇതിനകത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ടെസ്റ്റ് ആയിരിക്കും. ആൺകുട്ടികൾക്ക് ആദ്യം തന്നെ 1600 മീറ്റർ 1.6 കിലോമീറ്റർ റണ്ണിംഗ് ആണ് ഇതിൻ്റെ സമയം എന്നുള്ളത്.
7 മിനിറ്റ് ആണ്. ഇതിനകത്ത് എക്സലന്റ് അല്ലെ ഗുഡ് സാറ്റിസ്ഫാക്ടറി എന്നുള്ള കോളം ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു 7 മിനിറ്റിനകത്ത് ഈ ഒരു റണ്ണിങ്ങിന്റെ ഡിസ്റ്റൻസ് ക്ലിയർ ചെയ്താൽ മാത്രം മതി. പെൺകുട്ടികൾക്കാണെങ്കിൽ 1600 മീറ്റർ സെയിം റണ്ണിങ് ആണ് വരുന്നത്. അവരുടെ ടൈമിനകത്താണ് മാറ്റം വരുന്നത്, 1 മിനിറ്റ് എക്സ്ട്രാ. അതായത് 7 മിനിറ്റ് ആണ് ആൺകുട്ടികൾക്ക്, 8 മിനിറ്റ് ആണ് പെൺകുട്ടികൾക്ക് ലഭിക്കുന്നത്. ഫിസിക്കൽ ടെസ്റ്റ് റണ്ണിങ്ങിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഫിസിക്കൽ ടെസ്റ്റിനകത്ത് റണ്ണിങ്ങിന് ശേഷം വരുന്നതാണ് ആൺകുട്ടികൾക്ക് 10 പുഷപ്പ്, 10 സിറ്റപ്പ്, അതുപോലെ തന്നെ 20 സ്കോട്ടപ്പ്. ഇതിന് ടൈം ലഭിക്കുന്നത് 1 മിനിറ്റിനകത്ത് വിത്തൗട്ട്, അതായത് നമ്മൾ ഒരുമിച്ച് തന്നെ അറ്റ് എ ടൈം തന്നെ 10 പുഷപ്പും 10 പുള്ളപ്പും അതുപോലെ തന്നെ 20 സിറ്റപ്പും 20 സ്കോട്ടപ്പും നമ്മൾ ചെയ്തിരിക്കണം. ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് അൺഫിറ്റ് ആയിരിക്കും, നിങ്ങളെ അൺക്വാളിഫൈഡ് ചെയ്യുന്നതാണ്, നിങ്ങളെ ഔട്ട് ആക്കും. പെൺകുട്ടികൾക്കാണെങ്കിൽ പുഷപ്പ് ഉണ്ടാകുന്നതല്ല, 10 സിറ്റപ്പ് അതുപോലെ തന്നെ 15 സ്കോട്ടപ്പ്. ഈ 2 ഐറ്റം ആയിരിക്കും പെൺകുട്ടികൾക്ക് ഫിസിക്കൽ ടെസ്റ്റിന്റെ റണ്ണിങ്ങിന് ശേഷം ഉണ്ടാവുന്നത്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ക്ലിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ അതേ ദിവസം തന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിന് ക്ഷണിക്കുന്നതാണ്. ഈ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിനകത്ത് ടെസ്റ്റ് 1, ടെസ്റ്റ് 2 എന്നുള്ളതാണ് പ്രൊസീജിയർ. അതിനകത്ത് ആദ്യം തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് തരികയും അതിനെക്കുറിച്ചുള്ള ഗ്രൂപ്പ് ഡിസ്കഷനും അതിൻ്റെ ഒരു കൺക്ലൂഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇംഗ്ലീഷിലായിരിക്കും, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. മലയാളം എന്നുള്ള ലാംഗ്വേജ് അലൗഡ് അല്ല. അതായത് നിങ്ങൾ കേരളത്തിലുള്ളതായിക്കോട്ടെ പുറത്തുള്ള നമ്മുടെ ഇൻഡിവിജ്വൽ റീജിയണൽ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല, ഇംഗ്ലീഷ് മസ്റ്റ് ആണ്. അടുത്തതാണ് ഇതിന്റെ ടെസ്റ്റ് 2-നകത്ത് വരുന്നത് സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്. ഒരു സാഹചര്യം, അതായത് നിങ്ങൾക്കൊരു ടോപ്പിക് തരും, നിങ്ങൾ ഒരു വഴിയിൽ കൂടി പോവുകയാണ്, നിങ്ങളെ ആക്രമിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതിന് കറക്റ്റ് ആൻസർ പോസിറ്റീവ് മോഡിലുള്ള ആൻസർ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഈ 2 ടെസ്റ്റും ക്ലിയർ ചെയ്തു അതിനുശേഷമാണ് നിങ്ങളുടെ മെഡിക്കൽ. അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ഉണ്ടാകും. ആ മെഡിക്കലിനകത്ത് നിങ്ങളുടെ ഓൾ ഓവർ ബോഡി ചെക്ക് ചെയ്യുന്നതാണ്. ആർമിയുടേത് പോലെ ആയിരിക്കില്ല മെഡിക്കൽ ടെസ്റ്റ്. ഫുൾ ബോഡി ചെക്കപ്പ് തന്നെയാണ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ചെയ്യപ്പെടുന്നത്. നേരത്തെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈറ്റിനകത്ത് 152 സെന്റിമീറ്റർ ആണ് നമ്മൾ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ, ഓൾ ഇന്ത്യ ലെവലിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത്. 150 സെന്റിമീറ്റർ മാത്രം ഹൈറ്റ് മതി ലക്ഷദ്വീപിലുള്ള ഉദ്യോഗാർത്ഥികൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 150 സെന്റിമീറ്റർ മാത്രം ഹൈറ്റ് മതിയാവും. അതേപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ 550 രൂപയാണ് ഇതിന്റെ ചാർജ് വരുന്നത്, പ്ലസ് GST. അതുപോലെ തന്നെ അവരുടെ ചാർജ് ഏകദേശം 650 രൂപ 700 രൂപയോളം നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വലിന് ചെലവാകുന്നതാണ്. ഇത്രയും എമൗണ്ടും കൂടെ കരുതിയിട്ട് വേണം നിങ്ങൾ പോകാൻ. കാരണം നിങ്ങൾ അവിടുന്ന് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്. ഡിജിറ്റൽ സിഗ്നേച്ചർ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്, എങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യത്തുള്ളൂ. ഇതിന് ശേഷമാണ് ഇതിന്റെ ഓപ്പൺ വിൻഡോ, കറക്ഷൻ ഓപ്പൺ വിൻഡോ. ഏകദേശം നമ്മൾ ആപ്ലിക്കേഷൻ ഫെബ്രുവരി 1 ശേഷം 2 ദിവസത്തെ കറക്ഷൻ വിൻഡോ നൽകുന്നതാണ്. ആ സമയത്ത് നിങ്ങളുടെ ചെറിയ ചെറിയ ചേഞ്ച്മെന്റുകൾ മാത്രമേ അതിലേക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയം എന്നുള്ളത് വളരെ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനും. അതുപോലെ തന്നെ ID പാസ്വേഡ് നിർബന്ധമായി, ഞങ്ങൾ ഓരോ വീഡിയോയിലും പറയുന്നതാണ്, ID പാസ്വേഡ് നിങ്ങൾ മറന്നു പോവുകയും അല്ലെ എവിടെയെങ്കിലും എഴുതാൻ പറ്റാതെയോ അല്ലെങ്കിൽ അക്ഷയ കമ്പ്യൂട്ടർ സെന്ററിലുള്ളവർ ക്രിയേറ്റ് ചെയ്യുകയും നിങ്ങളോട് പറയാതെ പോകുന്ന ഒരു കാഴ്ച ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് നിർബന്ധമായും ഓരോ ഇൻഡിവിജ്വലും ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ID പാസ്വേഡ് നിർബന്ധമായും സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കേരളത്തിലെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. ജയ് ഹിന്ദ്.